എല്ലാവർക്കും രമാസ് ടെറസ് ഗാർഡനിലേക്ക് സ്വാഗതം. ഇന്ന് വീഡിയോയിൽ പറയുന്നത് വെങ്ങേരി വഴുതനയെ പറ്റിയാണ്. വെങ്ങേരി വഴുതന എന്ന് പറയുന്നത് വഴുതനകളിലെ ഏറ്റവും നല്ലൊരു വെറൈറ്റിയാണ്. ഇത് മലബാർ സൈഡിൽ കാണുന്ന ഒരു വഴുതനയാണ്. മലബാറിൽ കോഴിക്കോട് ജില്ലയിൽ വെങ്ങേരി എന്ന സ്ഥലത്താണ് ഇതിൻ്റെ ഒരു ഒറിജിൻ. അപ്പോൾ ഇത് വളരെ പോപ്പുലർ ആയത് ഇതിൻ്റെ രുചി, പിന്നെ വിളവ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട്. അപ്പോൾ ഈ വെങ്ങേരി വഴുതന നമ്മൾ നട്ട് കഴിഞ്ഞാൽ 5 വർഷം വരെ നമുക്ക് വിളവെടുക്കാൻ സാധിക്കും. അപ്പം നല്ല അട്രാക്റ്റീവ്, അത് കാണാനും. ഒരു വയലറ്റ് നിറത്തിലെ വഴുതന, നല്ല നീളമുണ്ട്. രുചിയാണെങ്കിലോ ബഹുകേമം. അപ്പം നമ്മളൊരു വഴുതന എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പകുതിയോളം മാത്രമേ വിത്തുകൾ കാണത്തുള്ളൂ, ബാക്കിയുള്ളതെല്ലാം മാംസള ഭാഗമാണ്. അപ്പോൾ ഈ വെങ്ങേരി വഴുതനയുടെ പ്രത്യേക ഗുണം കൊണ്ട് അത് ഭൗമസൂചികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കാരണം രുചി, അതുപോലെ തന്നെ ഗുണം, അതുകൂടാതെ തന്നെ കീടശല്യം കുറവായിരിക്കും. രോഗപ്രതിരോധ ശേഷിയുള്ള ഒരു ഇനം വഴുതന കൂടിയായത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ടെറസിൽ ഇഷ്ടം പോലെ വെങ്ങേരി വഴുതന ഉണ്ടായി നിൽക്കുന്നു. അത് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ ഒരു തണ്ടി തന്നെ ഇങ്ങനെ അങ്ങ് തൂങ്ങി കിടക്കുക. അത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ വഴുതനയെല്ലാം ഞാൻ 1-2 എണ്ണം പറിച്ചതിന് ശേഷം ബാക്കിയുള്ളതെല്ലാം വിത്തിന് നിർത്തിയിരിക്കുക. അപ്പോൾ ഈ വെങ്ങേരി വഴുതനയ്ക്ക് ഒത്തിരി ആവശ്യക്കാരുണ്ട്. കാരണം ഇത് കിട്ടാൻ പ്രയാസമാണ്. കാരണം ഒരു പ്രത്യേകതരം വഴുതന ആയതുകൊണ്ട് ഇത് നമ്മൾ സാധാരണ ഓൺലൈനിലോ അങ്ങനെ ഒന്നും കിട്ടത്തില്ല. അല്ലാതെ നമ്മൾ എവിടെയെങ്കിലും വിത്തുകൾ വാങ്ങിക്കാൻ പോയാൽ പോലും അത് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ കൂടുതലും വിത്തെടുത്ത് വെക്കുക ചെയ്യുന്നത്. കാരണം ഇത് നമ്മൾ പ്രചാരത്തിലാക്കണം. ഒരു നാടൻ വഴുതന ഇനമാണ്. അപ്പോൾ ഒരു നാടൻ വഴുതന, നാടൻ സാധനങ്ങൾക്ക് തന്നെ ഒരു പ്രത്യേക ഗുണമുണ്ടല്ലോ, രുചി, പിന്നെ ഗുണം. കേരളത്തിൽ തന്നെ പല തരം വഴുതനകളുണ്ട്. ഇന്ത്യയിൽ തന്നെ പല വെറൈറ്റികളുമുണ്ട്. വഴുതന കൃഷിയിലെ ഒരു വില്ലെന്ന് വെച്ചാൽ ബാക്ടീരിയൽ വാട്ടം നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ബാക്ടീരിയൽ വാട്ടത്തെ ചെറുക്കുന്ന ഇനങ്ങൾ നമ്മൾ കൃഷി ചെയ്യണം. വെങ്ങേരി വഴുതനയ്ക്ക് ബാക്ടീരിയൽ വാട്ടത്തെ ചെറുക്കാൻ പറ്റും. അപ്പോൾ ബാക്ടീരിയൽ വാട്ടത്തെ ചെറുക്കുന്ന 2-3 വെറൈറ്റികൾ ഞാൻ പറയാം. ഹരിത, ശ്വേത, സൂര്യ, വെങ്ങേരി വഴുതന, ഇതൊക്കെ ബാക്ടീരിയൽ വാട്ടത്തെ ചെറുക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ബാക്ടീരിയൽ വാട്ടം എന്ന് വെച്ചാൽ ഒരു വലിയൊരു ഡിസീസായി ഈ വഴുതനയുടെ. അതിനെ ചെറുക്കുന്നത് നമ്മൾ നട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല വിളവ് കിട്ടുമല്ലോ. അപ്പം വഴുതന വിത്തുകളൊക്കെ പാകി മുളപ്പിച്ച് നമ്മൾ വെക്കണം. അതിന് മുമ്പേ നമ്മൾ മണ്ണൊക്കെ ഒരുക്കണം. ഇപ്പം മണ്ണൊരുക്കുക എന്ന് വെച്ചാൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മണ്ണൊരുക്കുമ്പം കുമ്മായപ്പൊടി ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണായിരിക്കണം ഉപയോഗിക്കേണ്ടത്. മസ്റ്റായിട്ടും അങ്ങനെ തന്നെ ചെയ്യണം. ഇത് നമുക്കല്ലാത്ത വെറൈറ്റികൾ കിട്ടിയില്ലെങ്കിൽ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബാക്ടീരിയ വാട്ടത്തെ നമുക്ക് ചെറുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുമ്മായപ്പൊടി ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണ് ചാണകപ്പൊടിയോ കോഴിവളവോ ആട്ടിൻ കാഷ്ടമോ ഒക്കെ ചേർത്ത്, ചകിരിപ്പൊടിയൊക്കെ ചേർത്ത് നിറച്ചിട്ട് നമ്മൾ തൈകൾ മാറ്റി നടണം. അപ്പോൾ തൈകൾ മാറ്റി നടുമ്പം സൂഡോമോണാസ് ലായനിൽ ഒരു അരമണിക്കൂർ നേരം അതിന് വേരുകളൊന്ന് മുക്കി വെക്കണം. ഒരു 2 ഗ്രാം സൂഡോമോണാസ് 10 ml വെള്ളത്തിൽ കലക്കിയിട്ട് വേരുകളൊന്ന് മുക്കി വെച്ചിട്ട് വേണം നടാനായിട്ട്. അപ്പോൾ നമുക്ക് രോഗങ്ങളെയൊക്കെ ചെറുക്കാനാവും. അപ്പോൾ വഴുതന കൃഷി വളരെ എളുപ്പമാണ്. നമ്മുടെ പച്ചക്കറിക്ക് ഉപയോഗിക്കുന്ന സ്ലറികളൊക്കെ ഒഴിക്കാം. അതുപോലെ തന്നെ അടുക്കളയിൽ കിട്ടുന്ന മാവ്, കഞ്ഞിവെള്ളം, മോര്, തൈര്, ഇതെല്ലാം കൂടി ഒരു ബക്കറ്റിലിട്ടിട്ട് അതൊന്ന് പുളിപ്പിച്ചതിന് ശേഷം അത് നേർപ്പിച്ചൊഴിച്ച് കൊടുക്കാം. ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് വഴുതന കൃഷി ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ടെറസിലെ വഴുതന ഒന്ന് കാണാം. കണ്ടോ, എൻ്റെ ടെറസിലെ വെങ്ങേരി വഴുതന എന്ത് ഭംഗിയാണ്. കണ്ടോ, ഈ ഒരു കൊലയിൽ തന്നെ ഇങ്ങനെ 3 എണ്ണം. പിന്നെ അതെ കണ്ടോ, ഓരോ തണ്ടയിലും ഇഷ്ടം പോലെ വഴുതനകളുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇത് പഴുത്തു. അപ്പോൾ ഇതിനിയും വിത്തിനായിട്ട് എടുത്തിരിക്കുക. അപ്പോൾ ഈ വഴുതനയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, അപ്പോൾ ഇതിന് ഇത്രയും നീളമുണ്ടല്ലോ, ഇത്രയും നീളമുണ്ട്. പക്ഷേ ഇവിടെ വരെ അതിൻ്റെ ഫ്ലഷ് ആയിരിക്കും. ഇവിടുന്ന് ഇത്രയും വരെ ഉള്ളൂ അതിൻ്റെ വിത്തുകൾ, ഇവിടെ വരെയും ഫ്ലഷാണ്. കണ്ടോ, അപ്പം നല്ല പൊക്കത്തി വളരുന്ന ഒരു വഴുതന ഇത്. കണ്ടോ, ഇത് എൻ്റെ അത്രയും പൊക്കമുണ്ട്. ഒരു 5 വർഷം വരെ നമുക്ക് സൂപ്പറായിട്ട് വിളവെടുക്കാനും സാധിക്കും. വിളവെടുത്തതിന് ശേഷം നമുക്കൊന്ന് പ്രൂണിങ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പ്രൂൺ ചെയ്ത് കൊടുക്കണം. പിന്നെ പ്രൂൺ ചെയ്ത് കൊടുത്തതിന് ശേഷം
നമ്മൾ വളവും കൂടെ ചോട്ടിലിട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇന്നലെ ചാണകപ്പൊടിയൊക്കെ ഇട്ടിരുന്നു. ഞാനിതുപോലെ പപ്പായ നട്ടിട്ടുണ്ട്, റെഡ് ലേഡി പപ്പായ. അപ്പം അതിനിടയ്ക്കായി വഴുതനയൊക്കെ നട്ടിരിക്കുന്നത്. വഴുതനയുടെ പ്രധാന ശത്രു എന്ന് പറയുന്നത് കായും തണ്ടും തുരക്കുന്ന പുഴുക്കളാണ്. അപ്പോൾ ഇതിനെ തടയാനായിട്ട് നമ്മൾ നടുന്നതിന് മുമ്പേ മണ്ണൊരുക്കുമ്പം കുറച്ച് വേപ്പും പിണ്ണാക്കൂടെ മണ്ണിൽ ചേർക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കത് തടയാം. പിന്നെ അതിൻ്റെ ഇലകളെയൊക്കെ ആക്രമിക്കുന്ന ഒരു വണ്ടുണ്ട്, ഓറഞ്ച് കളറിൽ കറുത്ത കുത്തുള്ള ഒരു വണ്ടുണ്ട്. ഇതിനെ നമുക്ക് കൈ കൊണ്ട് പിടിച്ച് കൊല്ലാം. അല്ലെങ്കിൽ വേപ്പൻ പിണ്ണാക്ക് വെള്ളത്തിൽ ഇട്ടിട്ട് ആ വെള്ളം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. കുറച്ച് വേപ്പെണ്ണയും കൂടെ അതിനകത്ത് ചേർത്താൽ മതി. അപ്പം വേപ്പൻ പിണ്ണാക്ക് വെളുത്തുള്ളി എമൽഷൻ അതിൻ്റെ കൂടെ കുറച്ച് വേപ്പെണ്ണയും കൂടെ ചേർത്ത് നമുക്കിതുപോലെ ഇലയിലൊക്കെ തളിച്ചു കൊടുക്കാം. അപ്പോൾ എൻ്റെ ടെറസിലുള്ള ഈ വഴുതനയ്ക്ക് യാതൊരു കീടശല്യവുമില്ല. ഞാൻ നട്ടിരിക്കുന്നത് മുട്ട വഴുതന, നീലിമ വഴുതന, കുല വഴുതന, മത്തങ്ങ വഴുതന, വെങ്ങേരി വഴുതന, ഇങ്ങനെ പല വെറൈറ്റികളുണ്ട്. അപ്പോൾ പലതിനും പല രുചിയുമാണ്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം വെങ്ങേരി വഴുതനയും മത്തങ്ങ വഴുതനയുമാണ്. അപ്പോൾ ഇപ്പം ഞാൻ 10 ഇനം വഴുതന കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാം, 790777874339. അപ്പോൾ ഈ വഴുതന വിത്ത് കൂടാതെ ബാക്കി എല്ലാ തരം വിത്തുകളും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കൃഷി ഇഷ്ടപ്പെടുന്നവർക്കും കൃഷി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി.